തിരുവനന്തപുരം എന്ന പേരിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പണ്ടത്തെ പേര് ആനന്ദപുരം എന്നായിരുന്നു. ആനന്ദൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ പര്യായങ്ങളിലൊന്നാണ്. ആനന്ദപുരം പിന്നീട് തിരു ആനന്ദപുരമാകുന്നു. ആ തിരു ആനന്ദപുരമാണ് പിന്നീട് തിരുവനന്തപുരമായിട്ട് രൂപാന്തരപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ പല നഗരങ്ങളും ഈ പിറവിയെടുക്കുന്നത് എന്തെങ്കിലും ഒരു രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വാണിജ്യ കേന്ദ്രം ആയിരിക്കും ആ നഗരം. അത് പിന്നീട് കമേഴ്ഷ്യൽ സെൻറ്റർ, അത് പിന്നീട് തലസ്ഥാനമായിട്ട് മാറിയെന്ന് വരും. എന്നാൽ തിരുവനന്തപുരത്തിന് ഒരു സവിശേഷത അവകാശപ്പെടാൻ സാധിക്കും. അത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എന്നതുപോലെ തന്നെ ഒരു വിദ്യാലയത്തിനും ആതിഥ്യം കൊടുത്ത പ്രദേശമാണ് ഈ തിരുവനന്തപുരം. മഹാവിദ്യാലയം എന്ന് പറയുന്നത് കാന്തളൂർ കലാലയം അല്ലെങ്കിൽ കാന്തളൂർ ശാല എന്നാണ് പണ്ടത്തെ പേര്. അത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കാന്തളൂർ ശാലയുടെ ആസ്ഥാനം വിഴിഞ്ഞമാണ് എന്ന് ആദ്യകാലത്ത് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഈ രാജരാജൻ്റെയും രാജേന്ദ്ര ചോഴൻ്റെയും മറ്റും ശിലാലിഖിതങ്ങളെപ്പറ്റി പഠനം നടത്തിയവർ അതിനെ രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. വിഴിഞ്ഞം അന്ന് തുറമുഖമായിരുന്നു. ആ തുറമുഖം മാത്രമല്ല, തുറമുഖത്തോടനുബന്ധിച്ച് അവിടെ ഒരു നഗരവും ഉണ്ടായിരുന്നു. എന്നാൽ വിഴിഞ്ഞം പറഞ്ഞതിന് ശേഷമാണ് കാന്തളൂർ ശാലയെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വിഴിഞ്ഞത്തല്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇത് മാത്രമല്ല, നമ്മുടെ വലിയ ശാലയും ചുറ്റുവട്ടങ്ങളും ആവണം ഈ കാന്തളൂർ ശാല നിന്നിരുന്ന സ്ഥാനം. അവിടെ ശാല എന്ന് അവസാനിക്കുന്ന കുറേ സ്ഥലനാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആര്യശാലയുണ്ട്, ചിന്നശാലയുണ്ട്, അതുപോലെ ശാല തന്നെയുണ്ട്, അല്ലെങ്കിൽ ചാല തന്നെയുണ്ട്. അതിനൊക്കെ പുറമേ വലിയ ശാലയും ഉണ്ട്. അപ്പോൾ വലിയ ശാലയിലും ചുറ്റുവട്ടങ്ങളിലുമായിട്ടായിരിക്കണം ഈ കാന്തളൂർ ശാല പ്രവർത്തിച്ചിരുന്നത്. രാജരാജ ചോഴൻ്റെയും അതുപോലെ രാജേന്ദ്ര ചോഴൻ്റെയും അതുപോലെ കുലോത്തുംഗ ചോഴൻ്റെയും അതുപോലെ രാജാദിത്യ ചോഴൻ്റെയും എല്ലാം ചില ശാസനങ്ങളിൽ അവർ ഒരു ബഹുമതി ബിരുദമായിട്ട് പറയുന്നത് തങ്ങൾ ഈ കാന്തളൂർ ശാലയിൽ കലം അറുത്ത് അരുളിയ എന്നൊരു ടൈറ്റിൽ അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ആദ്യകാലത്ത് ഈ പുരാലിഖിത വിജ്ഞാനികൾ കണ്ടിരുന്നത് കാന്തളൂർ ശാലയെ നശിപ്പിച്ചവർ എന്ന് തന്നെയാണ്. എന്നാൽ പിൽക്കാലത്തെ ഗവേഷകന്മാർ അതിനെ കാന്തളൂർ ശാല നശിപ്പിക്കുക മാത്രമല്ല അറുത്തു അരുളിയ എന്നും കൂടി കാണുന്നത് കൊണ്ട് മറ്റൊരു അർത്ഥം തീർച്ചയായിട്ടും അതിന് കണ്ടെത്താൻ കഴിയും എന്ന് അവർ വാദിച്ചു. അവർ കലമറുക്കുക എന്നതിന് സെറ്റിൽ ചെയ്യുക, തീരുമാനിക്കുക എന്ന ഒരു അർത്ഥമാണ് അവർ പിന്നീടുള്ള ഗവേഷകന്മാർ കാന്തളൂർ ശാല കലമറുത്ത് അരുളിയ എന്ന ആ പ്രയോഗത്തിന് കൊടുക്കുന്നത്. അപ്പം ഒരു മഹാവിദ്യാലയമായിരുന്നു. ആ വിദ്യാലയത്തിൽ ആരൊക്കെയാണ് പഠിച്ചിരുന്നത്, ആരൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്, എന്തെല്ലാമാണ് പഠിപ്പിച്ചിരുന്നത് എന്നതിനെപ്പറ്റി ഒന്നും നമുക്ക് നിർഭാഗ്യവശാൽ വ്യക്തമായ ഒരു ധാരണയില്ല. അത് ഒരു കാര്യം തീർച്ചയാക്കാം, അവിടെ പഠിപ്പിച്ചിരുന്നു. അതിന് തിരുവനന്തപുരത്തിന് പുറത്തും അതിന് പ്രശസ്തി ഉണ്ടായിരുന്നു. അന്യനാടുകളിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വന്നു. അതുപോലെ തന്നെ ഈ ചോഴ ശിലാലിഖിതങ്ങളിൽ കാന്തളൂർ ശാലയെപ്പറ്റി പരാമർശിക്കുന്നതിന് പുറമേ വേറെ ഒരു ശാലകളിൽ, ഉദാഹരണത്തിന് പാർത്ഥിവപുരം ശാല എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമായ ഒരു ശാലയുണ്ടായിരുന്നു. അത് ആയി രാജാവായ കരുനന്തടക്കൻ എന്ന് പറഞ്ഞ കാലത്ത് ഉയർന്നതാണ്.
ഈ പാർത്ഥിവപുരം ശാല. ഈ പാർത്ഥിവപുരം ശാലയെ പറ്റി പറയുന്ന ഒരു ലിഖിതത്തിൽ നമുക്കൊരു വിവരം കിട്ടുന്നുണ്ട്. കാന്തല്ലൂർ മര്യാദയിലാണ് ഈ പാർത്ഥിവപുരം ശാല പ്രവർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ, കാന്തല്ലൂർ മര്യാദ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂർ ശാലയ്ക്ക് ബാധകമായിരുന്ന നിയമങ്ങൾ ഈ പാർത്ഥിവപുരം ശാലയ്ക്കും ബാധകമായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ കുവലയമാല എന്ന ഒരു ജൈന പ്രാകൃത എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് എന്നല്ല, പ്രാകൃത ഭാഷാ കാവ്യത്തിലെ ഒരു സർവചട്ടാനാം മഠത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ സർവചട്ടാനാം മഠം എന്ന് പറയുന്നത് മകരാകാര നദി കഴിഞ്ഞിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. ആ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അത് കാന്തല്ലൂർ ശാലയെ പറ്റി ആകാനേ വഴിയുള്ളൂ എന്നാണ് പല ചരിത്രകാരന്മാരും നിരീക്ഷിച്ചിട്ടുള്ളത്. ആ സർവചട്ടാനാം മഠത്തിൽ പഠിപ്പിക്കുന്ന വിദ്യകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ചിത്രകല, അതുപോലെ ആർച്ചറി, യുദ്ധതന്ത്രം എല്ലാം അവിടെ പഠിപ്പിച്ചിരുന്നു. വ്യാകരണം മുതലായ ഭാഷാസംബന്ധമായ വിഷയങ്ങൾ എല്ലാം, വിജ്ഞാനങ്ങൾ എല്ലാം അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഈ കുവലയ ചന്ദ്രികയെ എന്ന് പറയുന്ന ഒരു അതിസുന്ദരിയായ ഒരു രാജകുമാരിയെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടിട്ട് കുവലയ ചന്ദ്രൻ എന്ന ഒരു കഥാനായകൻ ഈ വിജയപുരി എന്ന് പറയുന്ന നഗരത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് ഈ കുവലയമാലയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ വിജയപുരി എന്ന് പറയുന്നത് ഒരു പക്ഷേ വിഴിഞ്ഞമാവാം, അല്ലെങ്കിൽ തിരുവനന്തപുരമാകാം. ആ തിരുവനന്തപുരം ഭരിച്ചിരുന്ന രാജാവിൻ്റെ മകളായിരിക്കണം ഈ കുവലയ ചന്ദ്രിക. അത് കഴിഞ്ഞിട്ട് അവിടെ കുവലയ ചന്ദ്രൻ വരുന്നിട്ട് ആ നഗരത്തിലേക്ക് വരുമ്പോൾ ഈ സർവചട്ടാനം മഠം കാണുകയാണ്. അതിപ്രശസ്തമായ ഈ ശാലയെ ചോഴന്മാർ നശിപ്പിക്കുന്നത് എന്തിനായിരിക്കും? തീർച്ചയായിട്ടും അവിടെ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പഠിച്ച് പുറത്ത് വരുന്ന ആളുകൾ അതിസമർത്ഥരായ യോദ്ധാക്കൾ ആയി മാറും. ആ യോദ്ധാക്കൾ തങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിയിട്ടായിരിക്കണം ഈ കാന്തല്ലൂർ ശാല കലമറുത്ത് അരുളുന്നത്. അവിടുത്തെ വ്യവസ്ഥകളാകെ മാറ്റുകയാണ്, അതിൻ്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലാതെ തകർത്തു എന്നർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഏതായാലും ഈ മഹാവിദ്യാലയത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ പോലും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല. ആകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വലിയ ശാലയിലെ ശിവക്ഷേത്രത്തിന് ചാല മഹാദേവൻ എന്നൊരു പേര് ഉണ്ടായിരുന്നു. അത് ഒരു അവശിഷ്ടമായിട്ട് നമുക്ക് കാണാം. അതുപോലെ അവിടെ ഒരു കരിങ്കൽ തൂണിൽ ഒരു വശത്ത് രാജരാജ ചോഴൻ്റെ ഒരു വിളംബരം അവിടെ രേഖപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ ആ കരിങ്കൽ തൂണ് നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ട്രാവൻകൂർ ആർക്കിയോളജി സീരീസിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. തീർന്നില്ല. ആ കരിങ്കൽ തൂണിൻ്റെ തന്നെ മറുവശത്ത് പിൽക്കാലത്തെ അതിപ്രശസ്തനായ വേണാട് രാജാവായ സംഗ്രാമധീര രവിവർമ്മയുടെ ഒരു ഇൻസ്ക്രിപ്ഷനും ഉണ്ടായിരുന്നു. ആ തൂണേ ഇപ്പോൾ അവിടെ കാണാനില്ല. പക്ഷേ ഈ രണ്ട് ഇൻസ്ക്രിപ്ഷൻസും ഭാഗികമാണെങ്കിൽ കൂടിയും ഈ രണ്ട് ഇൻസ്ക്രിപ്ഷൻസും അവിടെ അത് വായിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ആർക്കിയോളജി സീരീസിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കൂടാതെ ക്ഷേത്ര പരിസരത്തായിട്ട് രാജേന്ദ്ര ചോഴൻ്റെ ഒരു ശിലാലിഖിതവും നമുക്ക് കിട്ടിയിരുന്നു. അതും ട്രാവൻകൂർ ആർക്കിയോളജി സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ രാജേന്ദ്ര ചോഴൻ എന്ന് പറയുന്നത് രാജരാജ ചോഴൻ്റെ മകനാണ്. അത് രാജരാജ പ്രശസ്തിയാണ്. ആ രാജരാജ പ്രശസ്തി അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഒരു പക്ഷേ അത് മറ്റെവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാകാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നേരത്തെ അദ്ദേഹം സ്ഥാപിച്ചത് ആകാം. പിന്നെ കന്യാകുമാരിയിലെ ക്ഷേത്രത്തിൽ ഈ കാന്തല്ലൂർ ശാല കലമറുത്ത് അരളിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുനെൽവേലി ജില്ലയിൽ അതുപോലെ തിരുവാലീശ്വരൻ ക്ഷേത്രത്തിൽ കാന്തല്ലൂർ ശാല കലമറുത്ത് അരളിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
അതുപോലെ വേറെ ഈ ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഒരു ഉപദേവനായിട്ട് കൈലാസനാഥ സ്വാമിയുണ്ട്. ആ കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലെ ഒരു പാറയിലാണ് ക്ഷേത്രം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ശിലാലിഖിതത്തിലും ഈ കാന്തളൂർ ശാലൈ കലമറുത്ത് അരുളിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ ചോഴ രാജാവും കേരളം ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വേണാട് ആക്രമിക്കുന്നു. വേണാട് ആക്രമിച്ചു കഴിയുമ്പോൾ ഉടനെ ചെയ്യുന്നത് കാന്തളൂർ ശാലയ്ക്കലെ കലമറുത്ത് അരുളുകയുമാണ് എന്ന് പറയുമ്പോൾ അത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്ന് വന്നുകൂടുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നും മറ്റ് അവശിഷ്ടങ്ങളൊന്നും ഈ വലിയശാല പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവിടെ തൊട്ടടുത്തായിട്ടൊരു മരതകരത്നം കോളനിയുണ്ട്. മരതകരത്നം കോളനി എന്ന് പറഞ്ഞാൽ മരതകരത്നം കുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മരതകരത്നം കുന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആയിരുന്നു അത്രേ ഈ കാന്തളൂർ ശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അങ്ങനെ ഒരു അഭിപ്രായം ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ചരിത്രകാരനാണ്, അദ്ദേഹം ഡോക്ടർ കെ മഹേശ്വരൻ നായർ. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വേറെ ചില തെളിവുകൾ വെച്ചിട്ടാണ്. ഈ പറയുന്ന മരതകരത്നം കുന്ന് എന്ന് പറയുന്ന സ്ഥലം വാസ്തവത്തിൽ അവിടെ ഒരു പിൽക്കാലത്ത് ഒരു കോട്ടയുണ്ടായിരുന്നു. അതിൻ്റെ പേര് പുത്തൻകോട്ട എന്നാണ്. ആ പുത്തൻകോട്ടയിൽ ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു. പുത്തൻകോട്ട കൊട്ടാരം എന്നാണ് ആ കൊട്ടാരത്തിൻ്റെ പേര്. കാലം ചെന്നപ്പോൾ ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ ആ കൊട്ടാരം നശിക്കുകയാണ്. ജീർണത കൊണ്ട് നശിച്ചതാണ്. അങ്ങനെ നശിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ തടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് കോട്ടയ്ക്കകത്ത് ഒരു തേവാരത്ത് കോയിക്കൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരം കെട്ടുന്നത്. അതുപോലെ തന്നെ ഈ പുത്തൻകോട്ടയിൽ അവിടെ ഒരു മൺകോട്ടയും ഉണ്ടായിരുന്നു. ആ പുത്തൻകോട്ടയ്ക്കുള്ളിൽ പഴയ കൊട്ടാരം നിന്നിരുന്ന സ്ഥലത്ത് ഒരു 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 ജയിലുണ്ടായിരുന്നു. സാധാരണ ജയിലല്ല, വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരെ തടങ്കലിൽ പാർപ്പിക്കുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് അത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതും കാലം ചെന്നപ്പോൾ വിസ്മൃതമായി, അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നു. പിന്നെ ആ പുത്തൻകോട്ട പ്രദേശത്തിൻ്റെ താഴെ എന്ന് പറയുന്നത്, അതിൻ്റെ തെക്ക് വശം എന്ന് പറയുന്നത് ഒരു ശ്മശാനമായിട്ട് ആണ് ഇന്ന് അറിയപ്പെടുന്നത്, പുത്തൻകോട്ട ശ്മശാനം. ആദ്യകാലത്തൊക്കെ അത് ബ്രാഹ്മണരുടെ ഒരു ശ്മശാനമായിരുന്നു. ഇന്ന് അങ്ങനെ ബ്രാഹ്മണരുടെ മാത്രമെന്ന് പറയാനില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയുമായിരുന്നു. ഈ കാന്തളൂർ ശാലയെക്കുറിച്ച് ഇങ്ങനെ ചോഴ ലിഖിതങ്ങളിലും പാണ്ഡ്യ ലിഖിതങ്ങളിലും അതുപോലെ കേരളീയ ലിഖിതങ്ങളിലും ഒക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിനെ സാധാരണക്കാർക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു സ്മാരകം പോലും നാളിതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ട് നളന്ദയിൽ വിശ്രുതമായ കലാശാലയാണ്. ആ കലാശാലയുടെ ഓർമ്മയ്ക്കായിട്ട് അതേ സ്ഥാനത്ത് ഒരു പുതിയ സർവകലാശാലയ്ക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഒരു സർവകലാശാല ഈ കാന്തളൂരിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകുമോ അറിഞ്ഞുകൂടാ. പക്ഷേ താഴെ നമുക്കറിയാം കിള്ളിപ്പാലം സ്കൂളുണ്ട്, ചാല സ്കൂളുണ്ട്. ഈ സ്കൂളുകളിൽ ഒന്നിൻ്റെ പേരെങ്കിലും കാന്തളൂർ ശാലയുമായി ബന്ധപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. ചുരുക്കത്തിൽ ഒരു 8-ാം നൂറ്റാണ്ടിൽ തന്നെ തിരുവനന്തപുരം ഒരു മഹാവിദ്യാലയത്തിൻ്റെ പിറവിക്ക് കാരണമായി എന്നതും നമുക്ക് അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാൻ സാധിക്കും.